പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സിന്ദൂരം നഷ്ടമായ സ്ത്രീകളുടെ കണ്ണീരിനുള്ള മറുപടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ. സൈനിക നീക്കത്തിന്റെ വിവരങ്ങൾ ലോകത്തോട് വിശദീകരിക്കാൻ രാജ്യം ചുമതലപ്പെടുത്തിയതും 2 സ്ത്രീകളെയായിരുന്നു. കേണൽ സോഫിയയും വിംഗ് കമാൻഡർ വ്യോമികയും. 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी दी. മുത്തച്ഛന്റെ പാത പിന്തുടർന്നാണ് ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷി സൈന്യത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറായ കേണൽ സോഫിയ ഖുറേഷി നിരവധി നേട്ടങ്ങളിലൂടെ സൈനിക ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത വനിതയാണ്. 35 വയസ്സുള്ളപ്പോഴാണ് ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് ട്രെയിനിംഗ് എക്സസൈസിൽ ഇന്ത്യൻ ട്രൂപ്പിനെ നയിക്കാനുള്ള ചുമതല സോഫിയയ്ക്ക് ലഭിക്കുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ മിലിറ്ററി ഡ്രില്ലായിരുന്നു ഇത്. പൂനെയിൽ നടന്ന യുദ്ധാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ, ചൈന, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദക്ഷിണ കൊറിയ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ 18 രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ പങ്കെടുത്തിരുന്നു. ഇവരിൽ ഏക വനിതാ ഓഫീസറും സോഫിയ ഖുറേഷിയായിരുന്നു. US പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ 6 വർഷത്തെ സർവീസ് പരിചയം. 2010 മുതൽ POKയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് കേണൽ സോഫിയ ഖുറേഷി. The selection of peace targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. ആകാശത്തിന്റെ മകളെന്നാണ് വ്യോമിക എന്ന പേരിനർത്ഥം. കുട്ടിക്കാലം മുതൽ ആകാശം സ്വപ്നം കണ്ടൊരു പെൺകുട്ടിക്ക് ഇതിലും അനുയോജ്യമായ പേര് വേറെന്താണ്? എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷമാണ് വ്യോമിക സേനയിലേക്ക് എത്തുന്നത്. 2019 ഡിസംബറിൽ ഹെലികോപ്റ്റർ പൈലറ്റായിക്കൊണ്ടുള്ള പെർമനന്റ് കമ്മീഷൻ വ്യോമികയ്ക്ക് ലഭിച്ചു. 2500-ലധികം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള വ്യോമിക സിംഗ് ജമ്മു കശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ പ്രദേശങ്ങളിൽ ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ 2020 നടന്ന രക്ഷാപ്രവർത്തനത്തിലടക്കം വ്യോമിക പങ്കാളിയായിരുന്നു. പഹൽഗാമിന് ഇന്ത്യ നൽകിയ തിരിച്ചടി വിശദീകരിക്കാൻ ഇന്ത്യ ഇരുവരെയും ചുമതലപ്പെടുത്തിയത് യാദൃച്ഛികമല്ല. അത് ലോകത്തിന് നൽകുന്ന വലിയ പ്രതീകവും സന്ദേശവുമാണ്.